ഹായ്, ഇന്ന് വീട്ടിൽ കുറേ നാളുകൾക്ക് ശേഷം കുമ്പിളപ്പം ഉണ്ടാക്കി. ഈ കുമ്പിളപ്പം ഉണ്ടാക്കുന്നത് വഷ്ണയില വെച്ചിട്ടാണ്. എൻ്റെ നാട്ടിൽ ഇതിന് വഷ്ണയില എന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ വഴനയില, ഇടനയില എന്നൊക്കെ പറയാറുണ്ട്. ഈ പ്രാവശ്യം അമ്മ കുമ്പിളപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് റാഗിപ്പൊടി വെച്ചിട്ടാണ്. ആദ്യം കുറച്ച് അരിപ്പൊടി എടുത്തു, പിന്നെ കുറച്ച് റാഗിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ജീരകവും ഇളം ചൂടുവെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് അതൊന്ന് മാറ്റി വെക്കും. പണ്ട് ചെറുപ്പത്തിൽ മിക്ക ദിവസവും രാവിലെ കുമ്പിളപ്പമായിരിക്കും കാപ്പിക്ക്. അതും ഗോതമ്പൊടിയിൽ ശർക്കരയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്. ചക്ക വെച്ചിട്ടുള്ള കുമ്പിളപ്പവും എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക ചതച്ചതും തേങ്ങ ചിരവിയതും മധുരത്തിന് വേണ്ടി കുറച്ച് ശർക്കരയും കൂടി ചേർക്കുക. ഞങ്ങളിവിടെ ശർക്കരയുടെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ശർക്കര പാനിയാക്കിയും ചേർക്കാം. അപ്പം അതിനനുസരിച്ചിട്ട് വേണം ചൂടുവെള്ളം ചേർക്കാനായിട്ട്. അങ്ങനെ ശർക്കരയും തേങ്ങയും ഏലക്കായും എല്ലാം കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ആഹാരത്തിൽ റാഗി ഉൾപ്പെടുത്താറുണ്ട്. റാഗി പുട്ട്, റാഗി ദോശയൊക്കെ. അപ്പോൾ റാഗിയുടെ കുമ്പിളപ്പം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വഷ്ണയില ഇതുപോലെ കുമ്പിള് കുത്തി അതിലേക്ക് മാവൊക്കെ വെച്ച് കൊടുത്ത് നമ്മളതൊരു അപ്പച്ചെമ്പിലേക്ക് വെക്കണം. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 10-12 കുമ്പിളപ്പമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളത് അപ്പച്ചെമ്പിലേക്ക് വെച്ച് ഒരു 10-25 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ അടിപൊളി കുമ്പിളപ്പം റെഡിയായിട്ടുണ്ട്. നല്ല മണമാണ് നമ്മളതിൻ്റെ മൂടി തുറക്കുമ്പോഴത്തേക്കിന്. ആവിയിൽ ആ വഷ്ണയില വാടിയിട്ടുള്ള നല്ല മണം. റാഗി വെച്ചിട്ട് കുമ്പിളപ്പം ഉണ്ടാക്കിയപ്പോൾ ഇത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നല്ല സ്വാദാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ നിങ്ങൾക്ക് ഏത് കുമ്പിളപ്പമാണ് ഏറ്റവും ഇഷ്ടമുള്ളത്? അരിപ്പൊടി വെച്ചിട്ടാണോ, ഗോതമ്പൊടി വെച്ചിട്ടാണോ, റാഗി വെച്ചിട്ടാണോ, ചക്ക വെച്ചിട്ടാണോ? അതൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ നാട്ടിൽ ഈ വഷ്ണയിലയ്ക്ക് എന്താണ് പറയുന്നതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.